ഈശോയിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി വചനം നമ്മളിങ്ങനെ മുടങ്ങാതെ പ്രാർത്ഥനയിൽ കേൾക്കുമ്പോൾ ആ വചനത്തിൻ്റെ നന്മ അനുഭവിക്കാൻ അനേകർക്ക് ദൈവം അവസരവും സമയവും ഒക്കെ ഒരുക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വലിയ സഹായം നമുക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, മാതാപിതാക്കൾ, മക്കൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയും കടാക്ഷവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നാം കേൾക്കുന്നൊരു വചനമാണ് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. വലിയൊരു സംഭവമാണ്. അങ്ങനെ വലിയൊരു ആളായ അഹങ്കാരമായിട്ടല്ല, അങ്ങനെ ഒരു കാര്യം പരിഗണിച്ചില്ല. എന്നിട്ട് എന്തു ചെയ്തു? തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. നമ്മളിന്ന് ലോകത്തിൽ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ആകുമ്പോൾ തന്നെ ഉയർത്തുന്നവരാണ് കൂടുതൽ. ഞാൻ വലിയ സംഭവമാണ്, ഞാൻ വലിയ ആളാണ്, എനിക്ക് സ്വാധീനമുണ്ട്, പണമുണ്ട്, പിള്ളേരെങ്ങനെയാണ്, വീടിങ്ങനെയാണ്, സ്ഥലമുണ്ട്, പറമ്പുണ്ട്, ജോലിയുണ്ട്, ആ രാജ്യത്താണ്, ഈ രാജ്യത്താണ്. നമുക്കൊക്കെ ഇച്ചിരി ആകുമ്പോഴേ നമ്മൾ എന്തേരെ പൊങ്ങച്ചമാ പറയുന്നത്. എന്നാൽ ബൈബിളിലെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ തന്നെ താഴ്ത്തി. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം. തന്നെ താഴ്ത്തി. അടുത്ത വാക്യമാണ് 9-ാമത്തെ വാക്യം. ആകയാൽ എന്ന് പറഞ്ഞാൽ ആ കാരണത്താൽ, ആ ഒരു കാര്യം കൊണ്ട്, ആ കാരണത്താൽ ദൈവം അവനെ ഉയർത്തി എന്നാണോ അത്യധികം ഉയർത്തി എന്നാണോ എഴുതിയിരിക്കുന്നത്? നോക്കൂ, ദൈവം അവനെ ഉയർത്തി എന്നല്ല, ദൈവം അവനെ അത്യധികം ഉയർത്തി. അത് അനുഗ്രഹമുള്ളൊരു ഉയർച്ചയാണ്. ദൈവം നൽകുന്ന ഒരു വളർച്ചയും ഉയർച്ചയുമാണ്. അതാണ് ബൈബിൾ പറയുന്നത്, എളിമയുള്ളവരെ ദൈവം ഉയർത്തും. ഈ എളിയവൻ വിളിച്ചു, കർത്താവ് അത് കേട്ടു, യഹോവ അത് കേട്ടു എന്നൊക്കെ ബൈബിളിൽ വായിക്കുന്നില്ലേ? അവൻ തന്നെ താഴ്ത്തി. ഞാൻ ദൈവമാണ്, ഞാൻ വലിയ ആളാണ് എന്നും പറഞ്ഞ് ഒരു വലിയ രാജാക്കന്മാരിരിക്കുന്ന സ്വർണ്ണ കസേരയിൽ കയറി ഇരുന്ന് പറഞ്ഞ രീതികളല്ല ദൈവത്തെ നമ്മൾ കാണുന്നത്. ദൈവമായിരുന്നിട്ടും ആ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ദാസൻ്റെ രൂപത്തിൽ, മനുഷ്യൻ്റെ രൂപത്തിൽ തന്നെ അങ്ങ് താഴ്ത്തി. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച കർത്താവേ, എനിക്കെല്ലാം ദൈവം അങ്ങ് തന്നതല്ലാത്തൊന്നും എൻ്റെ കയ്യിലില്ല. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ആത്മാവ്, എൻ്റെ വീട്, കുടുംബം, കുടുംബത്തിലുള്ളവർ, സമ്പത്ത്, സൗന്ദര്യം, ആരോഗ്യം എല്ലാം ദൈവം എനിക്ക് തന്നതാ. ആ മനോഭാവം നമ്മളെ എളിമപ്പെടാൻ സഹായിക്കും. തന്നെ എളിമപ്പെടുത്തി. അങ്ങനെയുള്ളവരെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്, ദൈവം അവനെ അത്യധികം ഉയർത്തി. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകാം, യുവതീ യുവാക്കളുണ്ടാകാം, മാതാപിതാക്കൾ ആരുമാകട്ടെ, സ്ഥാനങ്ങളിലിരിക്കുന്നവരുണ്ടാകാം, വലിയ പദവിയിലുള്ളവരുണ്ടാകാം. പക്ഷേ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമപ്പെടുത്താൻ സാധ്യമാണോ? ദൈവം നിങ്ങളെ അത്യധികം ഉയർത്തും. ദൈവം നിങ്ങളെ അത്യധികം ഉയർത്തും. ദൈവം നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ അത്യധികം ഉയർത്തും. നിങ്ങളുടെ ജോലി മേഖലയിൽ ദൈവം അത്യധികം ഉയർത്തും. നിങ്ങൾക്ക് സാമ്പത്തികം നൽകി അല്ലെങ്കിൽ സാമ്പത്തികമായ കാര്യങ്ങൾ ക്രമപ്പെടുത്തി അത്യധികം നിന്നെ ദൈവം ഉയർത്തും. അഹങ്കരിക്കുന്നവരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിടുമെന്നാണ്. ഇറക്കി വിടുമെന്നല്ല, മറിച്ചിടും. എളിമയുള്ളവരെയോ ദൈവം ഉയർത്തും. ദൈവം അവനെ അത്യധികം ഉയർത്തി. നമുക്കിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, എനിക്ക് എളിമയുള്ളൊരു മനസ്സ് തരണമേ.
ഞങ്ങൾ ആരുടെ മുമ്പിൽ ഞങ്ങൾ വലിയ വീരവാദം പറയുന്നവരും പൊങ്ങച്ചം പറയുന്നവരും അഹങ്കാരികളും ആക്കരുത്. ഞങ്ങൾക്ക് എളിമയുള്ളൊരു മനസ്സും എളിമയുള്ളൊരു ജീവിതവും എല്ലാം ദൈവം തന്നതല്ലേ. പേഴ്സിൽ 100 രൂപയുടെ നോട്ട് കിടപ്പുണ്ടോ? ദൈവമാണ് അത് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അതുപോലൊക്കെ ഒരു വാഹനമുണ്ട്, ഒരു വസ്ത്രമുണ്ട്, വീടുണ്ട്, ദൈവം എനിക്ക് തന്നതാ. അതെന്നെ എളിമയുള്ള ഒരാളാക്കും. എളിമയുള്ളവരെ ദൈവം മറച്ചിടത്തില്ല, എളിമയുള്ളവരെ അത്യധികം ഉയർത്തും എന്ന് പറഞ്ഞ്, കർത്താവേ, ഞാൻ എന്നെ തന്നെ ഒരു എളിയ ദാസനായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഒരിക്കലും അഹങ്കാരമുള്ള ഒരാളാക്കരുത്. എളിമയുള്ളൊരു മനസ്സും ശരീരവും എനിക്ക് തരണം കർത്താവേ. ഞങ്ങളെല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രയർ വിങ്സിലും ഡെയിലി ബ്ലെസ്സിങ്ങിലും നിയോഗ പ്രാർത്ഥന പങ്കെടുത്ത എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും ഞങ്ങൾ ഓർക്കുവാണ്. എളിമയുള്ളൊരു മനസ്സ് തരണമേ, എളിമയുള്ള മനോഭാവം തരണമേ, അഹങ്കാരത്തെ മാറ്റിത്തരണമേ, നന്ദിയുള്ളവരാക്കണമേ, നന്മയുള്ളവരാക്കണമേ, മനുഷ്യരോടും ദൈവത്തോടും ബന്ധമുള്ളവരാകണം, അനുഗ്രഹമുള്ളവരാകണം. ദൈവം നിങ്ങളെ അത്യധികം ഉയർത്തും, അത്യധികം നിങ്ങളുടെ കുടുംബത്തെ ഉയർത്തും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പറഞ്ഞ് ഈ മാസം മെയ് മാസം 15, 16, 17, 18 അട്ടപ്പാടിയിലുള്ള സാംസനച്ചൻ നയിക്കുന്നൊരു കൺവെൻഷനുണ്ട്. ഇവിടെ പകൽ 9 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെ സാധിക്കുന്ന എല്ലാവരും വരിക. അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ ദൈവം ഒരുക്കിയതാണ്. നമുക്ക് ആ സമയം പ്രയോജനപ്പെടുത്താം. അതോടൊപ്പം മെയ് മാസം ആദ്യ വെള്ളിയാഴ്ച ദൂരെ നിന്നുള്ളവർക്ക് ഇവിടെ വരാം. നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ വരാം. വ്യാഴാഴ്ച വൈകുന്നേരം ഇവിടെ ഒന്ന് താമസിക്കാം. 100 കണക്കിന് ആളുകൾ ഇവിടെ വന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് തലേ ദിവസം തന്നെ ഇവിടെ വന്ന് താമസിച്ച് വൈകുന്നേരത്തെ പ്രാർത്ഥന കൂടി കൗൺസിലിങ്ങിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ചു പോകുന്നുണ്ട്. നിങ്ങൾക്കും ആ സമയം പ്രയോജനപ്പെടുത്താം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും പകർച്ചവ്യാധിയിൽ നിന്നും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. നിരാശയിൽ നിന്നും എല്ലാം ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും തരട്ടെ. സമ്പത്ത് ദൈവം അനുഗ്രഹിച്ചുള്ള സമ്പത്തുണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ, നല്ല വീടുണ്ടാകട്ടെ, നല്ല ആരോഗ്യമുണ്ടാകട്ടെ, നല്ല ജോലി ലഭിക്കട്ടെ, നല്ല വിജയമുണ്ടാകട്ടെ, നല്ല ഉയർച്ചകളുണ്ടാകട്ടെ, നല്ല സ്വസ്ഥതയും സമാധാനം ഉണ്ടാകട്ടെ, നല്ല കൂട്ടായ്മയും ബന്ധവും നിങ്ങളിലുണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ വചനത്തിലൂടെ. എളിമയുള്ളവരെ ദൈവം അത്യധികം ഉയർത്തും. അത് നിന്നോടാ ദൈവത്തിൻ്റെ വാക്ക്. നിന്നെ ദൈവം അത്യധികം ഉയർത്തിക്കൊള്ളും. ഇന്നത്തെ അവസ്ഥയോർത്ത് വിഷമിക്കേണ്ട, കാര്യങ്ങൾ മാറി മറിയും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അയച്ചു കൊടുത്ത് സുവിശേഷ വേലയിൽ പങ്കുചേരുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ സഹായവും അനുഗ്രഹവും എന്നും എപ്പോഴും ഉണ്ടാകട്ടെ. നാളെ 5:30 നമുക്ക് ഒരുമിച്ച് കാണാം. കാണുന്നതുവരെ ദൈവം ഉള്ളം കൈയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ആമേൻ.